അമയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് അമയുടെ ലോകത്തിലെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഹെയറിനെ കുറിച്ചല്ലേ, ഹെയർ ട്രീറ്റ്മെന്റിനെ കുറിച്ചല്ലേ ചോദിക്കാറുള്ളത്. ഞാനിപ്പോൾ പോകുന്നത് നക്ഷത്ര ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ് എൻ്റെ ഹെയർ സ്പാ ചെയ്യാനാണ്. അപ്പോൾ ഹെയർ സ്പാ ചെയ്യുന്ന വിശേഷങ്ങൾ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊരു കാര്യം ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക മറക്കരുത്. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ കാണാം. ഡാൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വാഷിങ്ങിലേക്ക് പോകും. പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ആദ്യം ഒന്ന് കളയണം. കളഞ്ഞതിന് ശേഷം പക്ഷെ എന്ന് വിചാരിച്ച് ഞാൻ കുളിക്കാതെ ഇരിക്കുന്നത് കേട്ടോ, കുളിക്കൊക്കെ ചെയ്യും. കണ്ടീഷണർ ഉപയോഗിച്ച് തന്നെ കുളിക്കുന്നത്. അപ്പൊക്കെ പോകും. എന്നാലും ഇന്നത്തെ ഒരു ഇതുണ്ടാവും ഇതിനകത്ത്. പിന്നെ ഓയിലി ഇതായതുകൊണ്ട് ഹെയർ ഭയങ്കര ഓയിലിയാണ്. അപ്പൊ പെട്ടെന്ന് ഓയിലി ഇതാവും. അത് മാറണമെങ്കിലും ഷാമ്പു യൂസ് ചെയ്ത് വാഷ് ചെയ്താലേ പറ്റത്തുള്ളൂ. എന്നും ഉള്ളതുപോലെ തന്നെ എൻ്റെ ട്രീറ്റ്മെന്റ് കൃത്യമായി ചെയ്ത് കഴിഞ്ഞു. ട്രീറ്റ്മെന്റ് മീൻസ് സ്പായാണ് ചെയ്തത്, ഹെയർ സ്പായാണ് ചെയ്തത്. ഹെയർ സ്പാ വിത്ത് മസാജാണ്, മെസ്സേജ് അല്ല മസാജ്. നല്ല രീതിയിൽ നമ്മൾ മസാജ് കൊടുക്കുന്നതിനനുസരിച്ച് മസാജിന്റെ പ്രഷർ അനുസരിച്ച് നമുക്ക് ഹെയറിന് ഒരു ഗ്രോത്ത് ഉണ്ടാവും എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പൊ അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഞാൻ തന്നെ പറയാം. എൻ്റെ ഹെയർ എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ ഹെയർ വന്നിട്ട് പിന്നെ എക്സ്റ്റൻഷൻ ആണോ, അതുപോലെ വിഗ് വെച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പിടിപ്പിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ അല്ലാന്നുള്ളതും കൂടെ തെളിയിക്കുന്ന വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പം അതെനിക്കൊരു അത് കാണിക്കാൻ വേണ്ടി എന്നുള്ളത് കൊണ്ട് വെച്ചാൽ ഈ പറയുന്നതിന് മനസ്സിലാക്കാതെ ഞാൻ ചെയ്യുന്നതിന്റെ ഒരു ഗുണം എവിടെ നിന്നാണ് കിട്ടിയതെന്ന് അറിയിക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പം അതൊക്കെ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് വേറെ ഒന്നല്ല. ഞാൻ എൻ്റെ 7 വർഷം കൊണ്ട് ഞാൻ എൻ്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് നക്ഷത്ര ബ്രൈഡൽ സ്റ്റുഡിയോ ആണ്. അത് വന്നിട്ട് ട്രിവാൻഡ്രത്ത് കരമന കുഞ്ഞുവീട് ലൈനില് അമേലിയ റെഡ് ജ്വല്ലറിയുടെ മേളിലത്തെ ഫ്ലോറിലുള്ള നക്ഷത്ര ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ് ഞാൻ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ ഹെയർ സ്പാ കൃത്യമായി ചെയ്യാറുണ്ട്. എൻ്റെ ഹെയറിന് എന്താണോ ഏത് സമയത്ത് കൃത്യമായിട്ട് ഏത് സ്പാ ചെയ്യണം എന്നുള്ളതൊക്കെ നമ്മുടെ നക്ഷത്ര ബ്രൈഡൽ സ്റ്റുഡിയോയിൽ നിന്ന് പറയുന്നതനുസരിച്ചാണ് ഞാൻ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത്. അതിനുള്ള ഗുണം തന്നെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതോടൊപ്പം തന്നെ ഹെയർ ട്രീറ്റ്മെന്റ് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഒരുപാട് ട്രീറ്റ്മെന്റുകളും ഉണ്ട് എന്നുള്ളതാണ്. ട്രീറ്റ്മെന്റുകൾ പല ട്രീറ്റ്മെന്റ് ഉണ്ട്. സ്കിൻ ട്രീറ്റ്മെന്റ് ആയിരുന്നാലും ഫേസിനായിരുന്നാലും അതിന് പെഡിക്യൂർ മാനിക്യൂർ, അതുപോലെ പെഡിക്യൂർ മാനിക്യൂർ ഒക്കെ കൃത്യമായിട്ട് ചെയ്താൽ അതിനനുസരിച്ചുള്ള ഗുണം തന്നെ ഉണ്ടാവും. ഇപ്പൊ നൈലൊക്കെ വന്നിട്ട് നൈൽ എക്സ്റ്റൻഷൻ കൂടെ ചെയ്യുന്നുണ്ട്. നക്ഷത്രയുടെ CEO എന്ന് പറയുന്നത് സന്ധ്യ നക്ഷത്രയാണ്. അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ് നമ്മുടെ സന്ധ്യ ചേച്ചി എന്ന് പറയുന്നത്. സന്ധ്യ നക്ഷത്ര എന്നാണ് ഫുൾ നെയിം. ചേച്ചി എന്ന് പറയുന്നത് ഒരുപാട് ഷോകളിലൊക്കെ വിൻ ചെയ്ത് ഇപ്പോൾ എല്ലാ ഷോകളും ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, ശോശി ഇപ്പോൾ എല്ലാ ഷോകളിലും ഗസ്റ്റ് ആയിട്ടാണ് പോകാറ്, പിന്നെ ജഡ്ജായിട്ടും പോകാറുണ്ട്. അപ്പൊ അതിനൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ തന്നെയാണ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അപ്പം ഈ ചേച്ചി കൃത്യമായിട്ട് എല്ലാ പ്രാവശ്യവും മേക്കപ്പ് ക്ലാസ്സുകൾ വെക്കാറുണ്ട്. മാസത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക്. അത് തന്നെ വലിയൊരു കാര്യമാണ്. ഞാനിവിടെ വരുമ്പോൾ നിറയെ കുട്ടികൾ ഇരിക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അപ്പം ഇപ്പം വരുന്ന ഉടനെ തന്നെ ഒരു 10 ദിവസത്തെ ഒരു ക്ലാസ് തുടങ്ങാൻ പോവുകയാണ്. ആ ക്ലാസ്സിനെ കുറിച്ചുള്ള ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ സന്ധ്യ ചേച്ചിയുടെ പറയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഒരു 10 ഡേയ്സിൻ്റെ ഒരു മേക്കപ്പ് ക്ലാസ് ആണ് വെച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് സ്കിന്ന്, ഫേസ് മേക്കപ്പ്, ഹെയർ സ്റ്റൈല്, സാരി ഡ്രോപ്പിംഗ് ഇതെല്ലാമാണ് കവർ ചെയ്ത് പോകുന്നത്. ഒരു ബ്രൈഡലിന് ആവശ്യമായിട്ടുള്ള എല്ലാം അതിൽ കവർ ചെയ്ത് പോകുന്നുണ്ട്. അതിൽ മെയിനായിട്ട് ഒരു 6 ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഹാൻഡ്സ് ഓൺ പ്രാക്ടീസ് ആണ് ഇതിൻ്റെ മെയിൻ ഒരു ഇത്. ഇതിൽ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ ഇതിനെ നിങ്ങളുടെ തന്നെ ഒരു ഗ്രൂപ്പ് ആക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് അതിൽ നമുക്ക് ക്ലിയർ ചെയ്യാനുള്ള ഒരു അവസരം ഇതിലുണ്ട്. അതേപോലെ തന്നെ ഒരു 10 ഡേയ്സിൽ തന്നെ നമുക്കൊരു മികച്ച ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ട് നമുക്കത് മാറാൻ പറ്റും. ഐ മേക്കപ്പ് തന്നാൽ അത് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് അതിലെ തെറ്റുകൾ തിരുത്തിയായിരിക്കും നിങ്ങളെ പഠിപ്പിക്കുന്നത്.
ഒരു നല്ലൊരു ക്ലാസ് ആയിരിക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരാൻ പറ്റും. അപ്പൊ ഏപ്രിൽ 22 മുതലാണ് ഈ മാസ്റ്റർ ക്ലാസ് തുടങ്ങുന്നത്. 10 ദിവസത്തെ ക്ലാസ് ആണ്. എത്ര മണി തൊട്ട് എത്ര മണി വരെ ആയിരിക്കും ചേച്ചി? ഇത് നമുക്ക് ഒരു 10 മണി മുതൽ 4 മണി വരെയാണ്. 10 മണി മുതൽ 4 മണി വരെയുള്ള ക്ലാസ് ആണ്. കാരണം ഒരു ചെറിയൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കൃത്യമായി ക്ലിയർ ചെയ്ത് ആ ആളിന് നല്ല രീതിയിൽ മനസ്സിലാക്കിയിട്ട് ആ 10 ദിവസം കൊണ്ട് നല്ലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ട് ആവാൻ പറ്റുമെന്നുള്ള ഒരു ഗുണമുണ്ട്. അതോടൊപ്പം തന്നെ വെറുതെ ഒരു മേക്കപ്പ് ക്ലാസ് മാത്രമല്ല, ഈ ചെയ്യുന്ന 10 ദിവസത്തെ ക്ലാസ്സിന് എന്താണുള്ളത്? ഇതിൽ നമുക്ക് സാരി ട്രാപ്പിംഗ് ഉണ്ട്, ഒരു 6 ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽ ഉണ്ട്. ഫേസ് മേക്കപ്പിൽ നമുക്ക് ഐ മേക്കപ്പ് തന്നെ ഒരു 4-5 വെറൈറ്റി ഐ മേക്കപ്പ് അതിൽ വരുന്നുണ്ട്. എല്ലാം അതിൽ ഏകദേശം ഒരു ബ്രൈഡിന് വേണ്ട എല്ലാം അതിൽ കവർ ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചത് ഇതിനകത്ത് നമുക്ക് സർട്ടിഫൈഡ് ആയിരിക്കുമല്ലോ? അതെ അതെ, സർട്ടിഫൈഡ് ആയിരിക്കും. അപ്പൊ സർട്ടിഫിക്കറ്റോട് കൂടിയുള്ള ഒരു ക്ലാസ് കൂടെയാണ്. അപ്പം എന്തായാലും ഈ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്യണം, മിസ് ചെയ്യരുത്. മിക്കവാറും ഞാനും ചിലപ്പോൾ 10 ദിവസം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വരുന്നതായിരിക്കും. ഏപ്രിൽ 22 മുതൽ അല്ലേ? ഏപ്രിൽ 22 10 ദിവസം മാത്രമേ വരാൻ പറ്റൂ? ഇല്ല, നമുക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും ക്ലിയർ ആക്കാനുള്ള അവസരം നമ്മൾ തരുന്നു. അപ്പം ആ ക്ലാസ്സിന് വരാം, ആർക്ക് വേണമെങ്കിലും വരാം. ഇത് കാണുന്ന ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഇതിൽ ഞാൻ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോടൊപ്പം തന്നെ മെൻഷൻ ചെയ്തതായിരിക്കും. അതിലെ നമ്പർ ഉണ്ടാവും, ആ നമ്പറിൽ വിളിച്ചിട്ട് വരിക. ഇതിപ്പോൾ ഞാനൊരു പരസ്യമായിട്ട് മാത്രമല്ല, ഡെയിലി വ്ലോഗ്സിൽ എൻ്റെ വ്ലോഗിൽ ഞാൻ എൻ്റെ കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതുകൊണ്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവിടെ വരിക. എനിക്ക് കിട്ടിയ ഒരു അനുഭവം ഞാൻ തുറന്നു പറഞ്ഞു, അത് നിങ്ങൾക്കും അനുഭവിച്ചറിയാൻ പറ്റും. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, ഒരുപാട് സന്തോഷം. അപ്പോൾ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്ത് ചെയ്യണം ചേച്ചി? അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.